കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തിയായ ചേന്നാപ്പാറയിൽ വീട്ടമ്മയെ ആന ചവിട്ടി കൊന്നു എന്ന വാർത്തയിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്. വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ്. ചെന്നപ്പാറ സ്വദേശി സോഫിയ ഇസ്മായിലാണ് മരിച്ചത്. കുളിക്കാൻ പോയപ്പോഴായിരുന്നു ആനയുടെ ആക്രമണം. അതായത് പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്ന സമയത്താണ് എന്നാണ് വിചാരിക്കുന്നത്. ഈ സംഭവം കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തിയിലാണ്, ചേന്നാപ്പാറ എന്ന സ്ഥലം. അതായത് കോട്ടയം ജില്ല സാധാരണഗതിയിൽ വന അന്തരീക്ഷമൊന്നും അധികമുള്ള ഒരു ജില്ലയൊന്നുമല്ല. പക്ഷേ ഇടുക്കി പ്രദേശത്തേക്ക് കടക്കുന്ന ആ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ വനാന്തരീക്ഷമാണ്, വനമേഖലയാണ്. സ്വാഭാവികമായിട്ടും ആന ഇറങ്ങുന്ന സ്ഥലമൊക്കെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകാനുണ്ട്. സനോജ്, ഈ സംഭവം എപ്പോഴാണ് നടന്നത്? എങ്ങനെ ഈ ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കേണ്ടത്? കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള പെരുവന്താനത്തിനും കോരുത്തോട് പഞ്ചായത്തിനും സ്വയമായിട്ടുള്ള ചെന്നാപ്പാറ എന്ന പ്രദേശത്താണ് ഇന്ന് വൈകുന്നേരം ആനയുടെ ആക്രമണം ഉണ്ടായത്. ആനയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് ദാരുണമായ അന്ത്യം സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ വാർത്ത. വൈകുന്നേരം 6:30 ശേഷമായിരുന്നു സംഭവം. ചെന്നാപ്പാറ സ്വദേശിയായിട്ടുള്ള സോഫിയ ഇസ്മായിലാണ് ആനയുടെ ചവിട്ടേറ്റ് മരണമടഞ്ഞത്. ഇവർ വീടിന് സമീപമുള്ള ഒരു പുഴയിൽ കുളിക്കാൻ പോകുമ്പോഴായിരുന്നു ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഈ ചെന്നാപ്പാറ പ്രദേശം എന്ന് പറയപ്പെടുന്നത് TR&T എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ്. ശബരിമല വനവും പ്രദേശവുമായി അതിർത്തി പങ്കിടുന്ന ഒരു എസ്റ്റേറ്റ് കൂടിയാണ്. പൊതുവെ ടാപ്പിംഗ് നിർത്തിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ റബ്ബർ തോട്ടം വനത്തിന് സമാനമായ ഒരു സാഹചര്യമാണ്. കാടുകൾ വെട്ടിത്തെളിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ റബ്ബർ തോട്ടത്തിൽ പലപ്പോഴും കൂട്ടമായി എത്തുന്ന ആനകൾ അവിടെ തമ്പടിക്കുന്ന സാഹചര്യമുണ്ട്. പലപ്പോഴും 10-30 ആനകളാണ് ഒരുമിച്ചാണ് ഈ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങി. സ്ഥിരമായ ആന ഇറങ്ങുന്ന ഒരു മേഖല കൂടിയാണല്ലേ? തീർച്ചയായിട്ടും സ്ഥിരമായി ആനയുടെ സാന്നിധ്യമുണ്ട്. ആന കുഞ്ഞുങ്ങളുമായി വന്ന് തമ്പടിക്കുന്ന ഒരു പ്രദേശമാണ്. 30ഓളം ആനകൾ ഒരുമിച്ച് വന്ന് നിലയുറപ്പിക്കുന്ന ദിവസങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന ഈ പ്രദേശത്ത് ഇന്ന് വൈകുന്നേരമാണ് ഒരു വീട്ടമ്മയ്ക്ക് കാട്ടാനയുടെ ആക്രമണത്തിൽ ദാരുണമായ അന്ത്യം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. സനോജ്, ഇപ്പോഴും ഈ ആന ഇവിടെ തുടരുന്നുണ്ടോ? മൃതദേഹം അവിടെ നിന്ന് മാറ്റിയോ? ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് സ്ഥലത്ത്? അതിക്രൂരമായ ആക്രമണമായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ആനയുടെ സാന്നിധ്യം പ്രദേശത്ത് പലപ്പോഴായി ഉണ്ട്. ഇപ്പോഴും ആനയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ നൽകുന്നത്. പ്രാഥമികമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആക്രമണത്തിൽ ഈ ചെന്നാപ്പാറ സ്വദേശിയായിട്ടുള്ള സോഫിയ ഇസ്മായിൽ മരണമടഞ്ഞു എന്നുള്ള സങ്കടകരമായ വാർത്ത ലഭിച്ചിട്ടുള്ളത്. ഈ ഫോറസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. യെസ് സനോജ്, ഈ ആന അതേ പ്രദേശത്ത് തന്നെ തുടരുകയാണ്. സാധാരണഗതിയിൽ നിരവധി ആനകൾ ഇറങ്ങുന്ന സ്ഥലമാണ് എന്ന് സനോജ് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ആന ഇത്ര അക്രമകാരിയായി നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? വനം വകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ സമയത്ത് ലഭിക്കുന്നുണ്ടോ? ഏതാണ്ട് കുറച്ചു മണിക്കൂറുകളായല്ലോ ഈ അപകടം ഉണ്ടായിട്ട്. തീർച്ചയായിട്ടും വാർത്ത ലഭിച്ചു. ആദ്യഘട്ടത്തിലാണ് ഇത്തരം ഒരു പ്രാഥമിക വിവരം നമുക്ക് ലഭിച്ചത്. വൈകുന്നേരം 6:30-നും 6:45-നും ഇടയിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പ്രദേശവാസികൾ നമുക്ക് നൽകുന്ന വിവരം. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ലഭ്യമായ വിവരങ്ങളാണ് ഇപ്പോൾ. അവിടെ നിന്നും വീട്ടമ്മയുടെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വനവുമായി ഏറ്റവും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഇവിടം. ശബരിമല വനപ്രദേശവുമായി അതിർത്തി പങ്കിടുന്ന TR&T എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന പ്രദേശത്തെ തോട്ടം തൊഴിലാളിയാണ് ഈ സോഫിയ ഇസ്മായിൽ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ്റ്റേറ്റ് ലയങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ആനയുടെ ആക്രമണം അല്ലെങ്കിൽ ആനയുടെ ഭീഷണി ഉണ്ടാവാറുണ്ട്. കൂട്ടമായി എത്തുന്ന ആനകൾ എസ്റ്റേറ്റിൽ തമ്പടിക്കുന്നത് പതിവ് സംഭവമാണ്. പലപ്പോഴും ആന ഇത്തരത്തിൽ കൂട്ടമായി എത്തിയിട്ടുണ്ടെങ്കിലും ആനയുടെ ആക്രമണം ജനങ്ങൾക്ക് നേരെ ഉണ്ടാവാറില്ല. എസ്റ്റേറ്റിലെ ലയങ്ങളിലും ഒപ്പം തന്നെ തോട്ടത്തിലും തമ്പടിക്കുന്ന ആനയെ പലപ്പോഴും പ്രദേശവാസികളും ഒപ്പം തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും എത്തി തുരത്തി ഓടിക്കുന്ന സാഹചര്യമാണുള്ളത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 10-30 ആനകൾ ഒരുമിച്ച് കൂട്ടമായി എത്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പകൽ സമയങ്ങളിൽ പോലും ആനകൾ കൂട്ടമായി എസ്റ്റേറ്റ് പ്രദേശത്ത് തമ്പടിക്കുന്നതും അവിടുത്തെ ഒരു നിത്യ സംഭവമാണ്. അങ്ങനെ പലപ്പോഴും ആനയുടെ ഭീഷണി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ TR&T എസ്റ്റേറ്റ് ഉൾപ്പെടുന്ന ചെന്നാപ്പാറ പ്രദേശം. അവിടെയാണ് ഇന്ന് ഇത്തരത്തിൽ വീട്ടമ്മയ്ക്ക് ഈ ആനയുടെ ആക്രമണത്തിൽ ദാരുണമായ അന്ത്യം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതാനും നിമിഷങ്ങൾ മുമ്പാണ് 6:30-നും 6:45-നും ഇടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. വൈകുന്നേരം കുളിക്കാൻ പുഴയിൽ പോയപ്പോഴായിരുന്നു സമീപത്ത് തമ്പടിച്ചിരുന്ന ആനയുടെ ആക്രമണം ഉണ്ടായത്. അതിക്രൂരമായ ആക്രമണത്തിൽ വലിയ തോതിലുള്ള ശരീരത്തിന്
ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ നമുക്ക് നൽകുന്ന വിവരം. അസിത. അതെ, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് നിന്ന്. ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇങ്ങനെ നിരന്തരം വരുന്നുണ്ടല്ലേ? അതെ, ഒരാൾക്ക് കൂടി ജീവൻ നഷ്ടമായിരിക്കുന്നു ആനയുടെ ചവിട്ടേറ്റ്. സംഭവം നടന്നിരിക്കുന്നത് കോട്ടയം ഇടുക്കി ജില്ലയുടെ അതിർത്തി പ്രദേശമായ ചേന്നാമറ്റം എന്ന സ്ഥലത്ത്, ചേന്നാപ്പാറ എന്ന സ്ഥലത്താണ്. സനോജാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്.